ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം പത്രമാറ്റിൻ്റെ അടുത്ത ആഴ്ചയിലെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മാളവികയെ എല്ലാം കൊണ്ട് തീർക്കണം, കൊന്ന് തള്ളണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇവർ പിടിച്ച് കെട്ടിപ്പൂട്ടി തൂക്കിക്കൊല്ലാനായിട്ട് അങ്ങനെ വിധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാ വരുന്നുണ്ട് നമ്മുടെ ആദർശിനെ കണ്ടപാടെ ഈ നാഗേന്ദ്രൻ ഒറ്റ ഓട്ടമാണ്. അവിടെ വെച്ച് എങ്ങാനും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പാളോന്ന് ഈ നാഗേന്ദ്രന് നന്നായിട്ട് തന്നെ അറിയാം. അങ്ങനെ ആദർശ് എല്ലാവരെയും ചവിട്ടി കൂട്ടുകയാണ്. ഈ ഡേവിഡിന്റെ നെഞ്ചത്ത് തന്നെ ചവിട്ടി ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ മാളവികയുടെ കൈയും പിടിച്ചിട്ട് അവിടെ നിന്നല്ല മാസ് എൻട്രി ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അപ്പോൾ മാളവിക നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല സാറേ, കൃത്യസമയത്ത് തന്നെയാണ് സാറ് വന്നത്, അല്ലായിരുന്നെങ്കിൽ അവരെന്നെ തീർത്ത് കളഞ്ഞാനായിരുന്നു സാറേ. ആ അഭി എന്ന് പറഞ്ഞ ആ ദുഷ്ടനില്ലേ, അവൻ എന്നെ ഒരു ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവൻ എന്നോട് അനാവശ്യമായിട്ട് പെരുമാറി. അവിടെ നിന്ന് ഒരു കണക്കിന് ഞാൻ രക്ഷപ്പെട്ടു വരുമ്പോഴാണ് കുറേ ഗുണ്ടകൾ ചേർന്ന് അവരുടെ കാറിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയത്. പക്ഷേ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നതെന്ന്. അങ്ങനെ ലാസ്റ്റ് അവരെന്നെ അവിടെ കൊണ്ടുവന്ന് കെട്ടിപ്പൂട്ടിയിട്ടു. പിന്നെ ഡേവിഡ് സാറ് വരികയാണ്. ഡേവിഡ് സാറ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അയാൾ എന്നോട് ഒരുപാട് കാര്യങ്ങളെല്ലാം ചോദിച്ചു. നിങ്ങൾ ഈ കമ്പനി കയറി നീ ചതിക്കുകയായിരുന്നല്ലേ, നീ ആ നയനയുടെയും ആദർശിൻ്റെ ആളല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ഒരുപാട് വിരട്ടി സാറേ. പക്ഷെ അതിൽ നിന്നെല്ലാം ഞാൻ പിടിച്ചു നിന്നു. എനിക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല. പിന്നെ പിന്നീടാണ് ഞാൻ ആ യഥാർത്ഥ വ്യക്തിയെ കണ്ടത്, അതായത് AN ജ്വല്ലറിയുടെ യഥാർത്ഥ MD. അപ്പോൾ ആദർശാകനെ സ്തംഭിച്ചിങ്ങ് നിൽക്കുകയാണ്. എന്താണ് മാളവികയെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതേ സാറേ, അന്ന് ആ സ്കെച്ച് കാണിച്ചില്ലായിരുന്ന ഒരു ഡ്രോയിങ്, ആ ഡ്രോയിങ്ങിൽ കണ്ട അതേ ആള് AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ നാഗേന്ദ്രൻ എന്ന് പറയുകയാണ്. ഇത് കേട്ട ആദർശം ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പോഴേ ആദർശിന് സംശയം ഉണ്ടായിരുന്നു, ഈ നാഗേന്ദ്രനാണോ ഇതിന് പിന്നിലെന്ന്. കാരണം നാഗേന്ദ്രന് ഈ അനന്തമൂർത്തിസ്കിനോട് ഭയങ്കരമായിട്ടും ഇത് വൈരാഗ്യമുള്ളൊരു കൂട്ടത്തിലാണല്ലോ, പ്രത്യേകിച്ച് മുത്തശ്ശനാണല്ലോ ഈ നാഗേന്ദ്രനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയത്. ഇതൊക്കെ നമ്മുടെ മാളവിക ഇങ്ങനെ പറയാണ്. അതെ, ആ സമയത്ത് അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ശരിക്കും സ്തംഭിച്ചു പോയി. അയാൾ എന്നിട്ട് ഞാനും സാറും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന കുറേ ഫോട്ടോസൊക്കെ കാണിച്ചു. അതും കൂടി കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പെട്ടു എന്ന് മനസ്സിലായി. ലാസ്റ്റ് അയാൾ പറയാം, ഇനി നീ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഇനി ഞങ്ങളുടെ കമ്പനി കയറി ചതി കാണിച്ച നിന്നെ ഇനി ജീവനോടെ വിടുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കഴുത്തിൽ കുരുക്കിടുമായിരുന്നു സാറേ അയാൾ എന്ന് പറയാണ്. പക്ഷേ ഭാഗ്യത്തിനാ സാറ് വന്നത്, അല്ലായിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹം സംഭവിച്ചാനേ എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് കിട്ടുന്നപ്പോഴേക്കും മാളവികയെ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ നാഗേന്ദ്രനാണ് ഇതിന് പിന്നിൽ. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു മാളവികയെ, ഇയാൾ ഇതിന് പിന്നിൽ കളിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പോൾ AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണറെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചല്ലോ, അതായത് നമ്മുടെ യഥാർത്ഥ വില്ലനെ. ഇനി മാളവികനെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. മാളവികയുടെ ലക്ഷ്യങ്ങൾ മാളവിക പൂർത്തിയാക്കി. ഏതായാലും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ടാണല്ലോ മാളവികയെ ഇതെല്ലാം മാളവിക ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറയണം. സാരമില്ല സാറേ, എന്നാലും സാറിനെ സഹായിക്കുക, ഇത് മാത്രമായിരുന്നു സാറേ എൻ്റെ ലക്ഷ്യം. ഏതായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞല്ലോ, യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്താനായിട്ട് സാധിച്ചല്ലോ. ഒരുപാട് സന്തോഷമായി. എന്നാലും എൻ്റെ മാളവിക ഞാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ മാളവികയുടെ അവസ്ഥ എന്താകുമായിരുന്നു എനിക്കത് ഓർക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ മാളവികയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കൊരു അജ്ഞാത മെസ്സേജ് കിട്ടില്ലായിരുന്നോ, ഒരു അൺനോൺ നമ്പറിൽ നിന്നൊരു മെസ്സേജ് കിട്ടില്ലായിരുന്നോ, മാളവികയുടെ ജീവൻ ആപത്തിലാണ്, മാളവികയുടെ പിന്നാലെ തുടരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞാൻ മാളവികയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അഭി, അവൻ അടുത്തെത്തിയത് കൊണ്ടാണല്ലോ ഇത്രയും ലക്ഷ്യത്തിലേക്ക് എത്താൻ തന്നെ കാരണം. അവൻ ഒരിക്കലും നന്നാവില്ല. പിന്നെ അവൻ്റെ ഭാര്യയായ നവ്യയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മാളവിക്ക് വീണ്ടും സംശയമാണ്. അല്ല സാറേ, ഇനി ഈ നവ്യാണോ ഇതിനെല്ലാത്തിനും പിന്നിൽ? എന്താണ് മാളവിക താൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല, ഈ നവ്യയാണ് പിന്നീട് AN ജ്വല്ലറിയിലുള്ള ഉള്ളത്. അപ്പോൾ അവിടെ ഒറ്റിക്കൊടുക്കാനായിട്ട് ആരാണ്? അവിടുത്തെ കാര്യങ്ങൾ മുഴുവനാണല്ലോ സാറിനിപ്പോൾ മെസ്സേജായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനല്ല ഏതായാലും സാറിന് മെസ്സേജ് അടക്കുന്നത്. പിന്നെയുള്ളത് നവ്യാണ്. അപ്പോൾ നവ്യാണോ സാർ ഇനി സാറിന് അജ്ഞാത മെസ്സേജ് അടക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരിക്കലും സാധ്യതയില്ല. കാരണം അവള് ഞങ്ങളുടെ ശത്രുപക്ഷത്താണ്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ അഭിയുടെ ഇതായിട്ട് നടക്കുകയല്ലേ. അവളുടെ അമ്മ തന്നെ അവളോട് സത്യങ്ങൾ മുഴുവനും പറഞ്ഞിട്ട് പോലും വിശ്വസിക്കാതെ ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അപ്പം പിന്നെ
ഇത് വിശ്വസിക്കോ? ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പോകുന്നില്ല. അവൾ ഞങ്ങളെ സഹായിക്കുകയൊന്നുമില്ല. നയനയെന്നും അവൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. ഞങ്ങൾ വിജയിക്കുന്നതൊന്നും അവൾക്ക് താല്പര്യമില്ലാത്ത കാര്യമാണ്. എന്തായാലും സാറേ, ഇതിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അത് കണ്ടെത്തണം. മാളവിക, ഇനിയും മാളവികയുടെ ഭർത്താവ് ഇതെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴേക്കും എന്തായിരിക്കും സ്ഥിതി? ഞങ്ങളുടെ തലയെടുക്കും. എൻ്റെ ഭർത്താവിന് കാര്യങ്ങളെല്ലാം അറിയാലോ സാറേ. അതുകൊണ്ട് തന്നെ എൻ്റെ ഭർത്താവ് ഒരു പ്രശ്നത്തിനും വരില്ല. എനിക്കൊരാപത്ത് സംഭവിച്ചില്ലല്ലോ. അതുതന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ആശ്വാസം. അങ്ങനെ നമ്മുടെ ആദർശ് എല്ലാ സത്യങ്ങളും കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ആദർശ് നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. നയനയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ആദർശേട്ടാ, എനിക്കത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ ദൈവം, നമ്മൾ കാരണം മാളവികയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഉത്തരവാദിത്തം പറയേണ്ടി വന്നാനായിരുന്നു. അതേ നയന. പക്ഷേ മാളവിക നമ്മളോട് ഇത്രയും ഉപകാരങ്ങളെല്ലാം ചെയ്തു. അതൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. മാളവികയ്ക്ക് വേണ്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. നമ്മുടെ കമൽ തന്നെ അവൾക്ക് ജോലി കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെയേറെ ആശ്വാസവും. എന്താശ്വാസം? അവർ ബോംബെയിലേക്ക് പോകുമല്ലേ? അവർ ബോംബെയിൽ സെറ്റിലായവരാണല്ലോ. അപ്പോൾ പിന്നെ നമ്മുടെ കമലിലൊക്കെ ജോലി ചെയ്യാനായിട്ടൊന്നും തയ്യാറാവില്ല എന്നേ. ചുമ്മാ നമുക്ക് സംസാരിച്ച് നോക്കാം എന്നൊക്കെ ആദർശ് ഇങ്ങനെ പറയാം. പക്ഷേ ഇപ്പോഴിവിടെ വേറൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് ഈ നാഗേന്ദ്രൻ, അതായത് ഈ അഭിയുടെ അച്ഛനായിരുന്നു AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ അഭി എല്ലാ അധികാരങ്ങളും അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. അവൻ ആ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയായിരുന്നു സ്ഥിതി? അതാണ് ഇതാണ്, എല്ലാം MD സ്ഥാനത്തിരുത്തുക, പെട്ടെന്ന് തന്നെ അവന് വലിയൊരു പോസ്റ്റ് കൊടുക്കുക. ഇതൊക്കെ കണ്ടപ്പോഴേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയതാണ് നയനെ എന്ന് പറയാണ്. ഏതായാലും ആദർശേട്ടാ, നമ്മൾ സത്യങ്ങളെല്ലാം കണ്ടെത്തിയാലോ? ഇനി മുത്തശ്ശനെ നമ്മൾ വിവരങ്ങൾ അറിയിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശൻ വിവരങ്ങൾ അറിയിച്ചാലും ഇനിയിപ്പം ഞാൻ ചെന്ന് കഴിഞ്ഞാൽ അത് സോൾവ് ആകുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ശരി, എന്തായാലും മുത്തശ്ശനെ വിവരം അറിയിക്കണം. ഞാൻ ഏതായാലും മുത്തശ്ശനെ വിളിക്കാം. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കില്ല മുത്തശ്ശൻ, സത്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണല്ലോ എന്നൊക്കെ നയന പറയാണ്. ഏതായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്യാണ്. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ മുത്തശ്ശനെ വിളിക്കുകയാണ്. ആ മോളെ, എന്താ മോളെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മുത്തശ്ശ, നമ്മുടെ യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി, അവനെ അടിച്ച് നിരപ്പാക്കി മുത്തശ്ശ എന്ന് പറയാണ്. ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് അഭിയുടെ അച്ഛൻ തന്നെ, നാഗേന്ദ്രൻ എന്ന് പറയാ. ഇത് കേട്ട മുത്തശ്ശൻ അവിടെ നിന്ന് ചാടി എണീക്കണം. അവനോ എന്ന് പറയണം. അതെ, അയാൾ തന്നെയാണ്. അവൻ്റെ ആ ഒരു സ്കെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇവനായിരിക്കും ഇതിന് പിന്നിലെന്ന്. പക്ഷേ ആദർശ് ഇതിന് പിന്നിൽ ആരാണ് കളിച്ചതെന്നൊക്കെ കണ്ടെത്തണം. അതിനു വേണ്ടി തന്നെയാണ് മോളെ ഞാൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത്. അപ്പോൾ മൂർത്തീസ് കമ്പനിയെ തകർക്കാൻ വേണ്ടി അവൻ തന്നെയാണ് ഒരുമ്പിട്ട് ഇറങ്ങിയതല്ലേ? AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഓണർ അവനാണല്ലേ? അതേ മുത്തശ്ശ, അയാൾ തന്നെയാണ്. മുത്തശ്ശ, ഇനി അയാൾ എവിടെയാണെങ്കിലും അവനെ കണ്ടെത്തി തകർക്കുക എന്ന് മാത്രമാണ് ഇപ്പോൾ ആദർശൻ്റെ മനസ്സിൽ. വേണ്ട മോളെ, അവനിട്ടുള്ള പണി ഞാൻ തന്നെ കൊടുത്തോളാം. മുത്തശ്ശ, ഇനി മുത്തശ്ശൻ്റെ പിണക്കമെല്ലാം മാറിയില്ലേ? ആദർശേട്ടൻ സത്യങ്ങളെല്ലാം കണ്ടെത്തി, യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തുകയും ചെയ്തു. അപ്പം യഥാർത്ഥ ശത്രുവിനെ കണ്ടെത്തി കഴിഞ്ഞാൽ മുത്തശ്ശൻ്റെ പിണക്കങ്ങളെല്ലാം മാറ്റുമെന്നാണ് മുത്തശ്ശൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നടക്കണം. തീർച്ചയായിട്ടും മോളെ, നിങ്ങൾ രണ്ടുപേരെയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഞാൻ പറയുന്ന അമ്പലത്തിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരണം. അവിടെ വെച്ച് ചില കാര്യങ്ങളെല്ലാം സംസാരിക്കാനുണ്ടെന്ന് പറയാം. അപ്പോൾ നയനയ്ക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുക. നയന ഈ കാര്യം ആദർശനോട് പറയാണ്. ആണോ മുത്തശ്ശൻ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ, തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം കൂടി ആദർശനോട് എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ ഏതായാലും മുത്തശ്ശനെ നേരി കണ്ട് പ്രശ്നങ്ങളെല്ലാം സോൾവായി നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചതിന് ശേഷമേ ഞാൻ കാര്യങ്ങളെല്ലാം പറയുള്ളൂ. അതെന്താ നയന എന്ന് ചോദിച്ചപ്പോഴേക്കും, അതൊക്കെ ഉണ്ട് ആദർശേട്ടാ, അതൊക്കെ ഞാൻ പറഞ്ഞോളാം ആദർശേട്ടാ എന്ന് നയനയും പറയാണ്. അങ്ങനെ അഭിയാണെങ്കിൽ ആകെ പണി പാളിയൊരു അവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അഭിയാണെങ്കിൽ മാളവികയെ പിടിക്കാനും കിട്ടിയുമില്ല, അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ അഭിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ. പക്ഷേ ദൈവം, ഇനി ഇവള് ആരോടെങ്കിലും എന്തെങ്കിലും സത്യങ്ങൾ പറയോ? അങ്ങനെ നമ്മുടെ ഈ അഭയാണെങ്കിൽ നേരെ നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പം നാഗേന്ദ്രൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും, അച്ഛാ എന്താ അച്ഛാ എന്തെങ്ങനെ വെപ്രളപ്പെട്ടിരിക്കുന്നത്? എടാ, എല്ലാത്തിനും പിന്നിലെ ആ മാളവികയായിരുന്നു നമ്മുടെ കമ്പനിയെ ചതിച്ചുകൊണ്ടിരുന്നത്. അവളെ തീർക്കാൻ വേണ്ടി ഞാൻ അവളെ കൊണ്ടുപോയായിരുന്നു. പക്ഷേ ആ സമയത്ത് തീർക്കുന്നതിൻ്റെ
ഒരല്പം മുമ്പ് തന്നെ ആദർശ് വന്ന് അവിടെ എല്ലാം തകിടം മറിച്ചു. അച്ഛനെ കണ്ടോ അച്ഛാ? എന്നെ കണ്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മാളവിക രക്ഷപ്പെട്ടു. മാളവിക പറയാതിരിക്കില്ലല്ലോടാ. ഇത് വല്ലാത്തൊരു കഷ്ടമായി പോയില്ല അച്ഛൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അച്ഛൻ എങ്ങോട്ടെങ്കിലും മാറണില്ല, ഇനി എങ്ങോട്ട് മാറാനായിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കിടന്ന് അങ്ങനെ വെപ്രാളപ്പെടുകയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ രണ്ടും കൽപ്പിച്ച് എല്ലാത്തിനും തകർത്തടിക്കണം. അങ്ങനെ മുത്തശ്ശൻ മനസ്സിലായില്ല ഇപ്പം നാഗേന്ദ്രനാണ് ഇതിന് പിന്നിലെന്ന്. അപ്പം മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറയാണ്. വസുന്ധരെ, ഇതിന് പിന്നിൽ അവൻ തന്നെ, ആ നാഗേന്ദ്രൻ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയ അവൻ എന്നെ തകർക്കാൻ വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. എൻ്റെ കൊച്ചുമക്കൾ തന്നെയാണ് അവനെ കണ്ടെത്തിയതും. ഇനി ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല, അവനെ എനിക്കൊന്ന് പോയി കാണണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ നേരെ നാഗേന്ദ്രൻ്റെ വീട് ലക്ഷ്യമാക്കി ചെല്ലുകയാണ്. അവിടെ ചെന്ന് കോളിംബെല്ലടിക്കുക. നാഗേന്ദ്രൻ ആരാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കതോർന്നിച്ചപ്പോഴേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശനെ കണ്ട് കൈയും കാലും വിറച്ച് നിൽക്കുകയാണ് ഇവിടെ നാഗേന്ദ്രൻ. താൻ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. എടാ, 23-24 വർഷം മുമ്പ് നിന്നെ ഞാൻ അവിടെ എൻ്റെ കുടുംബത്തിൽ നിന്ന് അടിച്ചിറക്കിയതാണ്. വീണ്ടും നീ എന്നെ തകർക്കാൻ വേണ്ടി വന്നിരിക്കാനോടാ. ഈ അനന്തമൂർത്തിയെ നിനക്ക് ശരിക്കും അറിയാവുന്ന കാര്യമല്ലേടാ. എന്നിട്ടും എനിക്കെതിരെയായിട്ട് നീ കളിച്ച് ഇനി നിന്നെ ഇവിടെ വെച്ച് പൊറപ്പിക്കുമെന്ന് നീ തോന്നുന്നുണ്ടടാ. എൻ്റെ കുടുംബത്തെ കയറി എൻ്റെ കൊച്ചുമക്കളെ ഇല്ലാതാക്കാൻ വേണ്ടി നീ ശ്രമിച്ചിരിക്കുന്നു. ഇത് കേട്ട ഈ നാഗേന്ദ്രന് വിടാനായിട്ട് തയ്യാറായില്ല. താൻ എന്ത് ചെയ്യുമെന്നാടോ? എടോ, ഇനിയും തന്നെ തകർക്കാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്യോടോ. എടോ, താൻ എന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് താൻ എന്നെ പുറത്താക്കിയില്ലേ? എൻ്റെ മക്കൾ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ ഭാര്യയെ എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാം തകർന്നൊരു തരിപ്പണമായൊരു അവസ്ഥയിലാണ് ആ കുടുംബത്തിൽ നിന്ന് താൻ എന്നെ അടിച്ചിറക്കി വിട്ടത്. അതിനെല്ലാം പകരം ചോദിക്കണ്ടോ. എന്നിട്ട് എന്തായടാ, നിനക്ക് വല്ലതും സാധിച്ചോ? ഒന്നും സാധിച്ചില്ലല്ലോ. ഇനി മേലാൽ എൻ്റെ കുടുംബത്തിന് നേരെ കളിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് തന്നെ നമ്മുടെ മൂർത്തി മുത്തശ്ശനാണെങ്കിൽ പട അടിച്ച് നിരപ്പാക്കുകയാണ് നാഗേന്ദ്രനെ ഒന്ന് കായ് പോലും അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. കാരണം മുത്തശ്ശൻ അത്രയും പ്രായമായെങ്കിലും നല്ല ശക്തിയാണല്ലോ. അങ്ങനെ നാഗേന്ദ്രനിട്ട് കൊടുക്കേണ്ടത് മുഴുവനും കൊടുത്തിട്ട് മുത്തശ്ശൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞ ആ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ നയനയും ആദർശും. അങ്ങനെ മുത്തശ്ശനും കാണാൻ വേണ്ടി വരികയാണ്. മുത്തശ്ശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദർശനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പാടില്ലാത്ത സന്തോഷം തന്നെയായിരുന്നു. അതങ്ങനെ ആദർശം മുത്തശ്ശനും കൂടി കെട്ടിപ്പിടിക്കണം മുത്തശ്ശൻ എന്ന് പറഞ്ഞുകൊണ്ട്. മുത്തശ്ശനും കണ്ണുകൾ നിറയണം, ആദർശനും അതേപോലെ തന്നെ കണ്ണുകൾ നിറയണം. എന്നാലും മുത്തശ്ശ എനിക്കിങ്ങനെ മാറ്റി നിർത്തണ്ടായിരുന്നു മുത്തശ്ശനോടൊന്ന് സംസാരിക്കാതെ കാണാതെ എത്രമാത്രം ബുദ്ധിമുട്ടിയെന്നറിയാവോ? അതേപോലെ തന്നെയാണ് മോനെ എനിക്കും. നിന്നെ ഒന്ന് നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയല്ലേ മുത്തശ്ശൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. ഇതെല്ലാം നയന മോൾക്ക് അറിയായിരുന്നു എന്ന് പറയാണ്. നയനയ്ക്ക് അറിയായിരുന്നോ? ഇത് കേട്ട നയനയാണെങ്കിൽ അതേ ആദർശേട്ടാ, എനിക്കറിയായിരുന്നു. മുത്തശ്ശൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു. ആദർശേട്ടനോട് പ്രത്യേകിച്ച് ഒന്നും പറയരുത്, അവൻ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ, അതിനുശേഷം ഞാൻ തന്നെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ ആദർശേട്ടനോട് ഇതെല്ലാം മറച്ചു വെച്ചത്. ആഹാ, അത് ശരി, അപ്പം മുത്തശ്ശനും കൊച്ചുമോളും കൂടിയുള്ള കളിയായിരുന്നു അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേടെ മോനെ, ഇനിയിപ്പോൾ പ്രശ്നങ്ങളെല്ലാം തീർന്നു. ഇപ്പം ഏതായാലും നിങ്ങൾ ആ കുടുംബത്തിലേക്ക് കയറി വരണ്ട. ആ കുടുംബത്തിൽ വലിയൊരു പൂജ നടക്കാനായിട്ട് പോവുകയാണ്. ആ പൂജ കഴിയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും വീണ്ടും വലതുകാലെടുത്ത് വെച്ച് ആ കുടുംബത്തിലേക്ക് കയറി വരണം. മൂർത്തീസ് കമ്പനിയുടെ MD ആയിട്ട് തന്നെ ആദർശ് നീ കടന്നു വരണം എന്ന് ഇവരോട് പറയാണ്. സന്തോഷം കൊണ്ട് മതിമറന്നൊരവസ്ഥ നിൽക്കുകയാണ്. ശത്രുക്കൾക്കെല്ലാം ഇപ്പോൾ അധപതനം സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ് അത് ത്രില്ലിംഗ് എപ്പിസോഡ് തന്നെയാണ്. അപ്പോൾ ട്വിസ്റ്റുകളോട് ട്വിസ്റ്റാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.